റൈസാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ മിൻറ്റ് റൈസാണ് ഉണ്ടാക്കുന്നത്. മിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുതിന ഇലയും കൊണ്ട് നല്ലപോലെ നമുക്ക് ഈ ബസുമതി അരി ചേർത്തുണ്ടാക്കാം. ഞാൻ 1 കപ്പ് ബസുമതി റൈസാണ് ഇതിന് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം നമ്മൾ എടുക്കണം. നമ്മൾ പറ്റിച്ചാണ് എടുക്കുന്നത്, ഊറ്റുന്നില്ല. അതിനൊരു ചെറിയ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മൾ അരി വേവിപ്പിക്കാൻ. ആവശ്യത്തിന് ഉപ്പ് ഇടാം. അത് നമുക്ക് വേവിക്കാൻ വേണ്ടിയ സാധനങ്ങൾ. പിന്നെ നമ്മൾ അതിന് മസാലയായിട്ട് ഗ്രേവി ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് പുതിനയില ഞാൻ ഒരു പിടി പുതിനയില കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ വേണം. ഒരു ചെറിയ കപ്പ് നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്ന ഇത് എടുക്കേണ്ടതാണ്. ഒരു 3 പച്ചമുളക്, ഒരു 5-8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു അരമുറിയുടെ നാരങ്ങ നീര്, ഇതെല്ലാം നമുക്കൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ നമുക്ക് ലാസ്റ്റ് കപ്പലണ്ടി വറുത്തിടാം. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് മൂപ്പിക്കാൻ വേണ്ടി നമ്മളൊരു 2-3 വഴനയില, കറുവാപ്പട്ട, ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, 2-3 കുരുമുളക് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത് നമുക്ക് വഴറ്റണം. ഈ പച്ചമുളകും കൂടി ആദ്യം തന്നെ നമുക്ക് ഈ അരി കഴുകി വേവിക്കാൻ വെക്കാം. നമ്മളൊരു പാത്രം വെച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ തണുത്ത വെള്ളത്തിലോട്ട് ഇടല്ലേ അരി. ചെറിയ വെള്ളം ചൂടായി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ബസുമതി അരി കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്കിത് അതിനകത്തോട്ട് ചേർക്കാം. ഈ സമയത്ത് നമുക്ക് ചെറിയ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ അരി അങ്ങ് വേകുമ്പോൾ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാതിരിക്കും. നമുക്ക് ചെറിയ സ്പൂണ് നെയ്യും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്കൊരു പാത്രം വെച്ച് മൂടിയൊന്ന് വേവിക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് സ്ലോ ആക്കണം. അത് വെള്ളം പറ്റി വരുന്ന സമയമാകുമ്പോൾ നമ്മുടെ ബസുമതി അരി കറക്റ്റ് വെന്ത് കിട്ടും. ആദ്യം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്ലോ ആക്കി വെക്കാം. ഇത് വേവുന്ന നേരത്തെ ഞാൻ ബാക്കി ചട്നി ഉണ്ടാക്കാം. നമുക്ക് ഈ മിക്സിക്കകത്ത് തേങ്ങ ചിരണ്ടിയത് ആദ്യം ചേർക്കാം. ഇതിലൂടെ പുതിനയില ചേർക്കാം. ഇത് മല്ലിയില ആദ്യം ചേർക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതും ചേർക്കാം. നാരങ്ങയുടെ നീര് വേണം നമുക്ക്. ഇതും കൂടെ അത് പിഴിഞ്ഞ് ചേർക്കാം. ഇത് ഒത്തിരി നീണ്ടു പോകാതെ നമുക്കൊരു പേസ്റ്റായിട്ട് തന്നെ കുഴഞ്ഞിരിക്കുന്ന പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് ഗ്യാസ് ഒന്ന് നോക്കാം ഇപ്പം നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടോന്ന്. നല്ല വെള്ളമൊക്കെ പറ്റി വെന്ത് കറക്റ്റായിട്ട് ഇരിക്കുവാണ്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് നമ്മളൊന്ന് ഒരു പാത്രം ഒന്ന് തുറന്ന പാത്രത്തിലോട്ട് നമ്മൾ ഇത് ചോറൊന്ന് മാറ്റി വെക്കുവാണെങ്കിൽ പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടും. നമുക്ക് ഈ നമ്മുടെ പേസ്റ്റൊക്കെ ഗ്രേവി ഇട്ട് ഇളക്കുമ്പോൾ കുഴഞ്ഞു പോവാതിരിക്കും. ഒരു പരന്ന പാത്രത്തിൽ ഈ ചോറൊന്ന് നമുക്ക് നിരത്തി വെക്കാം. വലിയ പാൻ ചൂടാക്കി ഞാൻ ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ കപ്പലണ്ടി അതിനകത്തുനിന്ന് വറുത്ത് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. കപ്പലണ്ടിയൊക്കെ നല്ലപോലെ ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഞാനിത് മാറ്റുവാണ്. ഈ എണ്ണയ്ക്കകത്തോട്ട് ഞാനിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല എല്ലാം മുഴുവനോടെ ചേർക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്തിട്ട് നമുക്ക് ഉള്ളി ചേർക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇത് ഒരു സവോള ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അത് ചേർക്കാം. ഒരു 3 പച്ചമുളകാണ് ഇത്, അതും വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഇതും കൂടി നമുക്ക് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി നമുക്ക് ചേർക്കേണ്ടി. സവോള നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിക്കകത്ത് അടിച്ചെടുത്ത് എല്ലാ ഗ്രേവിയും കൂടിയുള്ള പേസ്റ്റാക്കി വെച്ചാൽ ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് മൂപ്പിക്കാം. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത എണ്ണ ഒന്ന് തെളിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റൈസ് ഇതിനകത്തിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇത് കണ്ടോ, നല്ല ഗ്രേവിയൊക്കെ എണ്ണ തെളിഞ്ഞ് നമ്മുടെ ചട്നിയൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഗ്യാസ് സ്ലോ ആക്കുവാണ്. നമുക്ക് ഈ റൈസ് ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കട്ട കെട്ടാതെ നമ്മളൊന്ന് സ്ലോലി ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ചോറിന് ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. തീരെ
കുഴഞ്ഞു പോകാതെ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കണം. നമ്മുടെ റൈസിലൊക്കെ നമ്മുടെ ഇതുകൊണ്ട് ഗ്രേവി നല്ലതുപോലെ പിടിച്ചു. അപ്പം നമുക്ക് ഇത് ഓഫാക്കാം. ഇനി നമ്മളൊരു നല്ല സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി കൂട്ടി നമുക്ക് അലങ്കരിച്ചെടുക്കാം. ഞാൻ ഗ്യാസ് ഇപ്പോൾ ഓഫാക്കുക. നമ്മുടെ മിൻറ്റ് റൈസ് നല്ല റെഡി ആയിട്ടുണ്ട്. ഈ പുതിനയിലയും മല്ലിയിലയൊക്കെ നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് റൈത്തയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.